രാവിലെ തന്നെ നമുക്കൊന്ന് പുറത്തു വിട്ട് തരാം. രാവിലെ എന്ന് ഞാൻ വെറുതെ പറഞ്ഞാണ്, ഞാൻ എണീറ്റപ്പോൾ തന്നെ 11 മണിയായി. യെസ്, നേരെ വന്നത് ക്ലൗഡ് കേക്ക്സിലേക്കാണ്. ഏത് കേക്ക് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു പിന്നീട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം. അങ്ങനെ ലാസ്റ്റ് റെഡ് വെൽവെറ്റ് തന്നെ ചൂസ് ചെയ്തു. കേക്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതണമല്ലോ, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആയിഷോ എന്ന് എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കേക്കൊക്കെ വാങ്ങി. മഴ പെയ്തതിൻ്റെ നല്ല ശാന്തത ഉണ്ടായിരുന്നു കേട്ടോ റോഡിൽ. അപ്പോൾ ഞാൻ തിരിച്ചെത്തിയപ്പോൾ തന്നെ എന്നെ പ്രതീക്ഷിച്ചിരുന്ന കുറേ ആളുകളെ കണ്ടു. യെസ്, വേറെ ആരുമല്ല, എൻ്റെ ചേച്ചിയുടെ ഫാമിലി അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അവരും ഇതുപോലൊരു കേക്ക് മേടിച്ചുകൊണ്ടാണ് വന്നത്. യെസ്, അപ്പോൾ ഒന്നല്ല 2 കേക്കാണ് നമ്മൾ ഒരേ സമയം ഇന്ന് മുറിക്കാൻ പോകുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഐശ്വൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ നാട്ടിൽ വെച്ച് നടത്തുന്നത്. സോ നമ്മളെല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും വിഷ് ചെയ്ത് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കൊച്ചേർക്കനും ഇവിടെ കയറി ഇരിപ്പുണ്ട്. അവൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നുള്ള ആകാംക്ഷയോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുവാണ്. അറിയാതെങ്കിലും ഒരു പീസ് എനിക്കും കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ കൊടുത്തില്ല. ഈ കേക്ക് മുറി ഒന്ന് കഴിഞ്ഞിട്ട് വേണം അതിൽ നിന്ന് ചോക്ലേറ്റ് അടിച്ച് മാറ്റാമെന്ന് പറഞ്ഞ് ഞാനിരുന്നു. യെസ്, ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. അപ്പം ഇവരിന്ന് വന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചീനെ ഇന്ന് തിരിച്ച് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാവരും കഴിക്കുമല്ലേ, എന്നാൽ ഞാനും കഴിക്കാമെന്ന് പറഞ്ഞാൽ കിട്ടിയ എന്തോ ഒരു സാധനം എടുത്തപ്പോൾ വായിലിട്ടു. ഇനി കുറച്ച് സെൻറ്റി ആവാം. സോ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുപോകാൻ നേരത്ത് എൻ്റെ അമ്മയുടെ കരച്ചിലാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടത്. 1.5 മാസമായിട്ട് എൻ്റെ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു ഇവൻ. അപ്പോൾ ആ ഒരു വിഷമമാണ് ഇപ്പോൾ അവിടെ കണ്ടത്. കുറച്ച് ദിവസത്തേക്കാണെങ്കിലും നമ്മൾ പോവാന്ന് പറയുമ്പം ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ, പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരെ കൊണ്ട് പോകുമ്പം. പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ അകത്ത് പോയി. പിന്നെ കൊച്ചിൻ്റെ തൊട്ടിയൊക്കെ അഴിച്ചു വെച്ചു. ഇനി ഞങ്ങൾ കുറച്ചായിരുന്നു സംസാരിക്കട്ടെ.